ഒരു ഡയറി മിൽക്ക് ഫാക്ടറിയുടെ വീഡിയോ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. കാഡ്ബറിയുടേതാണ് ഈ ഒരു ചോക്ലേറ്റ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാലോ. പാലും കൊക്കോ പൗഡറും പഞ്ചസാരയുമാണ് ഇവർ ഈ ഡയറി മിൽക്ക് നിർമ്മിക്കാൻ വേണ്ടി പ്രധാനമായും യൂസ് ചെയ്യുന്നത്. ഇതവർ ഒരു കണ്ടെയ്നറിലിട്ട് മണിക്കൂറുകളോളം മിക്സറിലിട്ട് മിക്സ് ചെയ്യുന്നു. ഈ ഒരു ചോക്ലേറ്റ് മിക്സ്ചർ അവരവരുടെ മോൾഡിലേക്ക് മാറ്റുന്നു. ഈ മോൾഡാണ് ആ കാഡ്ബറി ചോക്ലേറ്റിൻ്റെ രൂപം നൽകുന്നത്. പക്ഷേ ഈ മോൾഡുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ മോൾഡുകൾ എല്ലപ്പോഴും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് എന്തിനാണെന്ന് വെച്ചാൽ ചോക്ലേറ്റ് അച്ചിൻ്റെ രൂപത്തിൽ വരാനും ആ ചോക്ലേറ്റിലുള്ള ഹെയർ ബബിൾസ് പുറത്തു പോകാനുമാണ്. ഈ വരുന്ന ചോക്ലേറ്റുകൾ അവർ പെട്ടെന്ന് തണുപ്പിക്കാതെ മണിക്കൂറുകളോളം സമയമെടുത്താണ് ഈ ചോക്ലേറ്റുകൾ അവർ ഫാക്ടറിയിൽ തണുപ്പിച്ചെടുക്കുന്നത്. പെട്ടെന്ന് തണുത്താൽ നിങ്ങളെ കാണുന്ന പോലെ ഒരു വെള്ള കളർ ചോക്ലേറ്റിൻ്റെ മുകളിൽ വരികയും അത് കഴിക്കുന്നതിന് കുഴപ്പമില്ലെങ്കിലും അത് ചോക്ലേറ്റിനെ ഭംഗിയെ ബാധിക്കും. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ഈ ചോക്ലേറ്റുകൾ പിന്നീട് പോകുന്നത് ഒരു വലിയൊരു മെറ്റൽ ഡിറ്റക്ടറുടെ ഉള്ളിലാണ്. കാരണം ഈ മെറ്റൽ ഡിറ്റക്ടർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോക്ലേറ്റിനുള്ളിൽ വല്ല ഇരുമ്പിൻ്റെ പദാർത്ഥങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യേണ്ടിയിട്ടാണ്. പിന്നെ അത് ടെസ്റ്റിംഗ് കഴിഞ്ഞ് ഈ ചോക്ലേറ്റുകൾ അടുത്തായി പോകുന്നത് ഇതിൻ്റെ വെയിറ്റും ക്വാണ്ടിറ്റിയും ഒക്കെ അളക്കുന്ന ഒരു മെഷീനിലേക്കാണ്. ഇതും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചോക്ലേറ്റ് പാക്കിങ്ങിനായിട്ട് പുറത്തേക്ക് പോകുന്നതായിരിക്കും. ഈ മെഷീൻസ് യൂസ് ചെയ്താണ് ഇത് ചെക്ക് ചെയ്യുന്നത് ഗൈസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞാണ് ഈ ചോക്ലേറ്റുകൾ കെട്ട ചോക്ലേറ്റുകളായിരിക്കും. എന്നാൽ ഈ ചോക്ലേറ്റുകളാണ് നല്ല ചോക്ലേറ്റുകൾ. ഇതവർ പാക്ക് ചെയ്തതിനു ശേഷം അങ്ങനെ ഈ ചോക്ലേറ്റുകൾ ബോക്സ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചോക്ലേറ്റുകൾ മാർക്കറ്റിലേക്ക് അവർ കൊടുത്തേക്കുന്നതായിരിക്കും. ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കില്ല. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തവർ കമൻറ്റ് ചെയ്തേക്കും.